കാറിന്റെ വയറിംഗ് സിസ്റ്റം എലിയുടെ ആക്രമണത്തിൽ നശിച്ചു കഴിഞ്ഞാൽ തീ പിടിക്കാൻ സാധ്യതയേറെയാണ്. ഫയർ സിസ്റ്റത്തിൽ എവിടെ ലീക്കുണ്ടെന്ന് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കേണ്ടതുണ്ട്. റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ ദൂരദർശൻ വാർത്തകളോട്. പാലക്കാട് ജില്ലയില് അതിദാരുണമായിട്ടൊരു കുടുംബം, ഒരു അമ്മയും 2-3 കുട്ടികളും അതിദാരുണമായിട്ട് ശരീരം മുഴുവൻ പൊള്ളലേറ്റ ഒരു സംഭവം ഉണ്ടായി. അത് ഒരു മാരുതി 800 കാറ്, പഴയ കാറാണ്. ആ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് പെട്രോള് മുഴുവൻ കത്തി, വാഹനത്തിന് കത്തി പിടിച്ചിട്ട് അതിദാരുണമായ പൊള്ളലേറ്റ് അവരിപ്പോ എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ മെഡിക്കൽ സെന്ററിലുമായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. അതിന്റെ പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരം കാറുകൾ അധികം ഉപയോഗിക്കാതെ നമ്മൾ കുറെ ദിവസം ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എലി ശല്യം വളരെ കൂടുതലാണ് ഇക്കാലത്ത്. എലി വാഹനത്തിന്റെ വയറിംഗ് സിസ്റ്റം കറണ്ട് കാർന്ന് തിന്നുകയും, അതേപോലെ തന്നെ ചില വണ്ടുകളുണ്ട്, അത് പെട്രോൾ വലിച്ചു കുടിക്കുന്ന വണ്ടുകളാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ മെറ്റൽ പൈപ്പ് അല്ലാത്ത റബ്ബർ പൈപ്പ് ഉള്ളിടത്ത് കൂർത്ത ഭാഗം കുത്തി കയറ്റിക്കൊണ്ട് ആ പെട്രോള് കുടിക്കുകയും, ആ പെട്രോള് നമ്മുടെ ഈ വയറിംഗ് ഹാർനസ് എലി മുറിച്ചെടുത്ത് സ്പാർക്ക് വരികയും അങ്ങനെയാകാനാണ് ഒരു 95% സാധ്യത. അപ്പൊ നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് എലിശല്യം ഉള്ളിടത്താണെങ്കിൽ അതിനുള്ള റാറ്റ് റിപ്പല്ലന്റ് ഇതിന്റെ കംപ്ലീറ്റ് വയറിംഗ് അടുപ്പിക്കണം. കൂടാതെ ഈ വയറിംഗ് സിസ്റ്റം കൂടാതെ നമ്മുടെ ഫ്യൂവൽ സിസ്റ്റം എവിടെയൊക്കെ ലീക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയൊക്കെ റബ്ബർ ട്യൂബ് ഉണ്ട്, അതൊന്ന് സർവീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യും. മെക്കാനിക്കിനെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് ഇതിന്റെ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുകയും വേണം. കാര്യം ഫ്യൂവൽ ലീക്ക് ആകുന്നത്, താഴേക്ക് വീഴുന്നത് വണ്ടി ഓടിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വീഴുന്നത് ഇലക്ട്രിക്കൽ ഇങ്ങനെയുള്ള സ്പാർക്ക് വരുന്ന സ്ഥലത്താണെങ്കിൽ വണ്ടിക്ക് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ദയവ് ചെയ്ത് വാഹനങ്ങൾ റാമ്പുമേ കയറ്റി ഇത് എവിടെയൊക്കെ ഇലക്ട്രിക്കൽ സിസ്റ്റം എലി കാർന്ന് നിന്നിട്ടുണ്ട്, അത് ബോണറ്റിനകത്തുമുണ്ട്, അതേപോലെ അണ്ടർ ഫ്ലോറിൽ നമ്മുടെ ഏറ്റവും പിന്നിൽ ഫ്യൂവൽ ടാങ്കിലേക്ക് പോകുന്ന ലൈനിൽ വരെ ഇത് എലി തിന്നാറുണ്ട്. അപ്പൊ അതിനുള്ള റാറ്റ് റിപ്പല്ലന്റ് അല്ലെങ്കിൽ പുകയില ഇതൊക്കെ കരുതി നമ്മൾ വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ തീപിടുത്തം ഒഴിവാക്കാൻ പറ്റും. നന്ദി ശ്രീ ഉപേന്ദ്ര നാരായണൻ വിവരങ്ങൾ നൽകിയതിന്.